ഹലോ മക്കളെ, ഇന്നലെ നിങ്ങളെല്ലാവരും ക്ലാസ് 1 കണ്ടിട്ടാണല്ലോ അല്ലേ വരുന്നത്. ഇന്നലത്തെ ഹാപ്പി ന്യൂ ഇയർ ചലഞ്ചായിട്ട് 2026 നമുക്ക് എങ്ങനെ വരവേൽക്കാം എന്നതിൻ്റെ സക്സസ്സിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ ക്ലാസ് 1 ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ. അത് കണ്ടതിന് ശേഷം മാത്രം ക്ലാസ് 2ലേക്ക് വരിക മക്കളെ. അല്ലാതെ ഈ ഒരു മെഡിറ്റേഷൻ അത് ചെയ്യാതെ ചെയ്തിട്ട് യാതൊരു കാര്യമില്ല. അപ്പോൾ ഇന്നലെ ചെയ്തവരാണ് എങ്കിൽ നിങ്ങൾ ഇന്നലെ അതെല്ലാം ചെയ്ത് നിങ്ങളുടെ വിഷമങ്ങളും സങ്കടങ്ങളും എല്ലാം എഴുതി. ഇനിയും മൈൻഡിന് എന്താ തോന്നിയേ നിങ്ങൾ മൈൻഡിന് സന്തോഷം തോന്നിയോ, അതോ സ്റ്റിൽ വിഷമമാണോ? സന്തോഷം തോന്നിയിട്ടുണ്ടെങ്കിൽ ഓക്കെ, നല്ല കാര്യമാണ്. സന്തോഷമല്ല, സങ്കടം ഇനിയും മിച്ചം കിടക്കുകയാണെങ്കിൽ മക്കൾ എന്ത് ചെയ്യുക, ഒന്നും കൂടെ ഒരു ലെറ്റർ എഴുതി മൈൻഡ് ക്ലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സങ്കടങ്ങളും വിഷമങ്ങളും നമ്മളെ മറ്റുള്ളവർ കുറ്റപ്പെടുത്തിയതും നമ്മളെ മറ്റുള്ളവർ പാരപണിതതും നമ്മൾക്കിട്ട് പണിതതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ, എല്ലാം ഒന്നും കൂടി എഴുതി ക്ലിയർ ചെയ്യാം. മൈൻഡിനെ നമ്മൾ നല്ല പ്യോറിറ്റി ഓഫ് മൈൻഡിലേക്ക് കൊണ്ടുവരിക. നമ്മൾ ക്ഷമിക്കാനുള്ളവർക്ക് നമ്മൾ മനസ്സിലെല്ലാവരോടും ക്ഷമിച്ചു കൊടുക്കുക, പുറത്തു കൊടുക്കുക. നമ്മളെ ദ്രോഹിച്ചവരെയും നമ്മൾ ദ്രോഹിച്ചവരെയും എല്ലാവരെയും മനസ്സിലേക്ക് കൊണ്ടുവന്ന് എല്ലാവർക്കും മാപ്പ് കൊടുക്കുക. ഇനി നമ്മൾ ആരുടെ അടുത്തും വഴക്കിന് അങ്ങോട്ട് പോകുന്നില്ല. ഓക്കെ, ഇങ്ങോട്ടേക്ക് വരുന്നവരെ നമ്മളൊരു ഡിസ്റ്റൻസ് വെച്ച് കീപ്പ് ചെയ്ത് അവരെ മാറ്റി നിർത്താനുള്ളതാണ് നമ്മളുടെ മൈൻഡ് പവർ ഉപയോഗിച്ച് നമ്മൾ ചെയ്യേണ്ട കാര്യം. അപ്പോൾ അതിനുള്ള പല സ്റ്റെപ്പുകളുണ്ട്, അതൊക്കെ പിന്നീട് ക്ലാസ്സിൽ പറയാം. മക്കളെ, ഇതിൽ നിങ്ങളുടെ മൈൻഡിനെ നിങ്ങൾ പ്യോറിറ്റി ഓഫ് മൈൻഡിലേക്ക് കൊണ്ടുവന്ന് നിങ്ങൾ നല്ല സന്തോഷമല്ലേ, നല്ല ഹാപ്പി ആയിട്ടല്ലേ ഇരിക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ മുഖത്ത് നല്ലൊരു പുഞ്ചിരിയൊക്കെ ഒന്ന് വരുത്തിക്കേ, നന്നായിട്ട് ചിരിച്ചേ. അപ്പം നിങ്ങൾ ചിരിക്കുമ്പം മനസ്സെന്താ വിചാരിക്കുക, ഓ ഇവൻ ഹാപ്പിയാണ്. അപ്പം നമുക്ക് ജീവിതത്തിൽ കുറേ ഹാപ്പിനെസ് തരാനുള്ള സംഭവങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ എപ്പോഴും നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കാൻ ശ്രമിക്കണം. ഒക്കെ ചുറ്റും നമുക്ക് ഒത്തിരി പ്രശ്നങ്ങളുണ്ടാവും മക്കളെ. അതെ, എല്ലാവരുടെയും ജീവിതത്തിൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ആ പ്രശ്നങ്ങളിൽ നിന്ന് നമ്മൾ എങ്ങനെ ചെയ്യണം, നമ്മൾ ഒരു നല്ല ഉയർത്തെണീക്കണം. നമ്മൾ ഉയർത്തെണീക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക, നമ്മൾ സന്തോഷത്തോടെ ഇരിക്കുക. നമ്മൾ വേണമെങ്കിൽ ഒരു മ്യൂസിക് എല്ലാം കേട്ട് നമ്മൾ ഡാൻസ് ചെയ്ത് അങ്ങനെയൊക്കെ നമ്മൾ നമ്മുടെ വൈബ്രേഷണൽ തലമൊന്ന് ഉയർത്തണം. ഓക്കെ, അപ്പം നമ്മൾ വിഷമവും പോകുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ ടീച്ചറിനെ നിങ്ങൾ പേഴ്സണലി കോൺടാക്റ്റ് ചെയ്യുക. ടീച്ചർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പം പ്യുവർ മൈൻഡാക്കി സന്തോഷത്തോടെ നിങ്ങൾ പിന്നെ മെഡിറ്റേഷനിലേക്ക് കടക്കുകയാണ്. റിലാക്സ്. യുവർ മൈൻഡ് ഈസ് റിലാക്സിങ് നൗ. യു ആർ ഹാപ്പി നൗ. ഐ ആം ഹാപ്പി നൗ. നമ്മുടെ മനസ്സിലെ എല്ലാ വിഷമങ്ങളും സങ്കടങ്ങളും ഒലിച്ചിറങ്ങിപ്പോയിരിക്കുന്നു. ഒരു വെള്ളത്തിലേക്ക് നമ്മളതെല്ലാം, നമ്മുടെ സങ്കടങ്ങളെയും വിഷമങ്ങളെയും എല്ലാം ഒരു വെള്ളത്തിനകത്തോട്ട് നമ്മൾ ആ പേപ്പറിനകത്ത് നമ്മൾ എഴുതിയ വിഷമങ്ങളും സങ്കടങ്ങളും നമ്മൾ കത്തിച്ച് കളഞ്ഞു. ആ ചാരമെടുത്ത് നമ്മളത് ആ വെള്ളത്തിലേക്ക് നമ്മൾ ഇടുകയാണ്. ആ കടലാപ്പുഴത്തിരയിൽ നമ്മൾ ഇടുന്ന ആ ചാരം നമ്മൾ ആ പുഴത്തിരയിലേക്ക് കൊണ്ടിട്ട് അതിങ്ങനെ ഒഴുകിപ്പോകുന്നതായിട്ട് ഇമാജിൻ ചെയ്യും. നമ്മുടെ എല്ലാ വിഷമങ്ങളും സങ്കടങ്ങളും ഇനിയും ഒരു മിച്ചമുള്ള ആ ചാരം പോലും നമ്മൾ ഇമാജിനായിട്ട് നമ്മൾ അങ്ങനെ അസ്യൂം ചെയ്യുകയാണ് കേട്ടോ. നമ്മൾ അങ്ങനെ ചിന്തിക്കുക ചെയ്യുന്നത്. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് നമ്മളതിനെ ഇമാജിൻ ചെയ്തുകൊണ്ട് ആ ചാരം എടുത്ത് നമ്മൾ പുഴയിലേക്ക് ഇടുകയാണ്. അങ്ങനെ നമ്മുടെ സങ്കടങ്ങളും വിഷമങ്ങളും നമ്മുടെ മനസ്സിൽ നിന്ന് ഇങ്ങനെ ഒലിച്ചൊലിച്ച് അങ്ങ് ദൂരെ പോകുന്നു. ഇനി നമുക്ക് യാതൊരു സങ്കടങ്ങളും വിഷമങ്ങളും നമ്മുടെ മനസ്സിലില്ല. കഴിഞ്ഞ വർഷത്തെ ഒരു വിഷമങ്ങളും നമ്മളിനി മനസ്സിൽ കൊണ്ട് നടക്കരുത്. റിലാക്സ്. ഐ ആം ഹാപ്പി നൗ. ഐ ആം ഹാപ്പി. ഐ ആം ഹാപ്പി നൗ. ഞാൻ വളരെ സന്തോഷവതിയാണ്. ഞാൻ വളരെ സന്തോഷവാനാണ്. എൻ്റെ ജീവിതത്തിൽ ഇനി സന്തോഷം മാത്രമേ ഞാൻ ഇനി കാണൂ. സങ്കടങ്ങളൊന്നും ഞാൻ എൻ്റെ ഹൃദയത്തിലേക്ക് എടുക്കില്ല. എൻ്റെ മനസ്സിനെ ഞാൻ സ്ട്രോങ് ആക്കി വെച്ചിരിക്കുമെന്നൊരു പ്രോമിസ് നിങ്ങളോട് തന്നെ ചെയ്യുക. യെസ്, ഞാനിനി എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കും. പുതുവർഷത്തിൽ ഞാനിനി ഹാപ്പി ആയിട്ട് മാത്രമേ ജീവിക്കൂ. എന്തെല്ലാം പ്രശ്നങ്ങൾ ചുറ്റിലും വന്നാലും ശരി, ഞാൻ അതിനെ ഒന്നും മനസ്സിലേക്ക് എടുക്കില്ല. ആരെങ്കിലും നമ്മളെ അൺഹാപ്പി ആക്കാനായിട്ട് ശ്രമിക്കുന്ന സംഭവങ്ങൾ, വിഷമങ്ങൾ, വാക്കുകൾ എല്ലാം എന്തു വന്നാലും ശരി,
അവരിൽ നിന്നൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് നമ്മൾ മാറി നിൽക്കുന്നു. അവരുടെ കർമ്മഫലം അവരനുഭവിക്കട്ടെ. നമ്മളതെല്ലാം മനസ്സിലേക്ക് എടുക്കേണ്ട കാര്യമില്ല. നമ്മൾ മനസ്സിലാക്കുക അങ്ങനെയുള്ളവർ നമ്മളെ എത്രത്തോളമാണ് സ്നേഹിക്കുന്നതെന്ന്. അവരുടെ കപട സ്നേഹം നിങ്ങൾക്ക് ഇനി മുതൽ മനസ്സിലാക്കാൻ പറ്റണം. റിലാക്സ്. അകറ്റി നിർത്തവണ്ടവരെ അകറ്റി നിർത്തുക തന്നെ വേണം. നല്ല ഫ്രണ്ട്ഷിപ്പ് എടുക്കേണ്ടടുത്ത് നല്ല ഫ്രണ്ട്ഷിപ്പ് ഇല്ലേ? മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്ന് വിചാരിച്ച്, എൻ്റെ ഫ്രണ്ട്സ് എന്ത് വിചാരിക്കും, ഞാൻ അവരുടെ നാളെ ക്ലബ്ബിൽ പോയിട്ടില്ലെങ്കിൽ, നാളെ ന്യൂ ഇയറിന് ഞാൻ അവരുടെ ക്ലബ്ബിൽ പോയിട്ടില്ല, മദ്യപിച്ചിട്ടില്ല, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നില്ല, അത് വിൽക്കുന്നില്ല, അങ്ങനെയൊക്കെ ഞാൻ അതിൽ നിന്നൊക്കെ മാറി നിൽക്കുമ്പോൾ അവർ എന്നെ കുറ്റപ്പെടുത്തും, അവരെന്നെ കളിയാക്കും, ഓ നീ വലിയ പുണ്യവാളനായി. അങ്ങനത്തെ പരിഹാസങ്ങളിൽ ഒന്നും ഇനി ഞാൻ ഉൾപ്പെടില്ല. ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കും. പുതിയ വർഷം ഇനി എൻ്റെ സന്തോഷത്തിൻ്റെ വർഷമാണ്. ഒരു മോശമായ പ്രവൃത്തികളിലൂടെയും ഞാൻ ഇനി കടന്നു പോകില്ല. ചെയ്തതെല്ലാം ചെയ്തു, അതെല്ലാം മറന്നേക്ക്. നമുക്ക് പുതിയ സ്റ്റെപ്പുകൾ വയ്ക്കുക മക്കളെ. നിങ്ങൾ പുതിയ തീരുമാനങ്ങൾ എടുക്കുക. ആ തീരുമാനങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യണം മക്കളെ. റിലാക്സ് യുവർ ഹോൾ ബോഡി. നിങ്ങളുടെ കാൽവിരൽ മുതൽ തലയുടെ ഉച്ചി വരെ, തലം വരെ, നിങ്ങളുടെ എല്ലാ ഓർഗൻസും, നിങ്ങളുടെ ഇന്നർ ഓർഗൻസ് എല്ലാം, ലെഗ്, തൈ മസിൽസ്, ഇന്റേണൽ ഓർഗൻസ്, കിഡ്നി, ലിവർ എന്ന് വേണ്ട നിങ്ങളുടെ എല്ലാ ഇന്റേണൽ, ഐ, ഇയർ, ത്രോട്ട്, ബ്രെയിൻ, all organs, whole your body, relaxing now. Relax. I'm so happy now. I'm so happy. പുതിയ വർഷത്തിൽ എനിക്കെൻ്റെ പ്രിയപ്പെട്ടവരുമായിട്ട് ഒത്തിരി നല്ല സ്ഥലങ്ങളിൽ പോകാൻ സാധിക്കുന്നു. നമ്മുടെ വെക്കേഷനൊക്കെ നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ വേണ്ടി പുതിയ പുതിയ സ്ഥലങ്ങൾ കാണാൻ കഴിയുന്നതിനെ ഓർത്ത് ഐ ആം ഹാപ്പി. എൻ്റെ ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ വരുന്നതിനെ ഓർത്ത് നന്ദി ദൈവമേ. എൻ്റെ സ്കൂൾ ലൈഫിൽ എനിക്ക് നല്ല നല്ല ഫ്രണ്ട്സിനെ കിട്ടുന്നതിനെ ഓർത്ത് നന്ദി ദൈവമേ. എൻ്റെ സ്റ്റേജ് ഫിയർ, മറ്റുള്ളവരുടെ മുമ്പിൽ നിന്നിട്ട് എന്തെങ്കിലും സംസാരിക്കാനുള്ള പേടി, അതെല്ലാം മാറ്റുന്നതിനെ ഓർത്ത് നന്ദി ദൈവമേ. ടീച്ചേഴ്സിൻ്റെ എല്ലാം പെറ്റ് സ്റ്റുഡൻ്റായി മാറാൻ കഴിയുന്നതിനെ ഓർത്ത് നന്ദി ദൈവമേ. സ്കൂളിൽ ക്ലാസ് ടോപ്പർ, സ്കൂൾ ടോപ്പർ ഒക്കെ ആയിത്തീരുന്നത് നിങ്ങളിങ്ങനെ ഇമാജിൻ ചെയ്യൂ. അങ്ങനെ 2026 ഞാൻ ക്ലാസ് ടോപ്പറാവും, പിന്നീട് ഞാൻ സ്കൂൾ ടോപ്പറാവും. എല്ലാവരും എന്നെ അപ്രിഷ്യേറ്റ് ചെയ്യും. എൻ്റെ പേരൻസിൻ്റെ അഭിമാനമായി ഞാൻ വളരും. എൻ്റെ ബ്രദേഴ്സിനും സിസ്റ്റേഴ്സിനുമൊക്കെ അവൻ എൻ്റെ അനിയനാണ്, അനിയത്തിയാണ്, അല്ലെങ്കിൽ എൻ്റെ ചേട്ടനാണ്, എൻ്റെ ചേച്ചിയാണ് എന്ന് പറയിപ്പിക്കാൻ എല്ലാവരും നിങ്ങളെക്കൊണ്ട് അഭിമാനത്തോടെ സംസാരിക്കാൻ ഒരു സാഹചര്യം നിങ്ങൾ ഉണ്ടാകുന്നതിനെ ഓർത്ത് നിങ്ങൾ നന്ദി പറയുക. എല്ലാം കിട്ടിക്കഴിഞ്ഞതായിട്ട് നിങ്ങൾ ഇമാജിൻ ചെയ്യാം മക്കളെ. നമ്മൾക്കെല്ലാം കിട്ടിക്കഴിഞ്ഞതായിട്ട്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? നിങ്ങൾ പ്രൊഫഷണലി പഠിക്കുന്ന മക്കളാണോ? ആ പ്രൊഫഷനിൽ നിങ്ങൾ ഏറ്റവും സൂപ്പറായി തീരാനായിട്ട് പറ്റുന്നതിനെ ഓർത്ത് നന്ദി പറയാം. അങ്ങനെ നിങ്ങൾ ഇമാജിൻ ചെയ്യുക. ഞാൻ അങ്ങനെ ഒരു നല്ലൊരു പൊസിഷനിൽ എത്തുന്നതായിട്ട് ഇമാജിൻ ചെയ്യുക. ഇമാജിനേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സ്വപ്നം കാണാൻ, നിങ്ങൾ ടീനേജ് പ്രായത്തിൽ നിങ്ങൾക്ക് സ്വപ്നം കാണാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ സ്വപ്നം കാണുക. പുതിയ വർഷം
പുതിയ വർഷത്തിലേക്ക് ഇനി നമ്മൾ കടക്കുന്നത് വളരെ മനോഹരമായ സ്വപ്നങ്ങളോടുകൂടിയായിരിക്കണം. ഇതൊന്നും നടക്കാത്ത സ്വപ്നങ്ങളാണ് എന്നാരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ഇല്ല, ഞാനത് നടത്തി കാണിച്ചു തരുമെന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ ഓരോ സ്റ്റെപ്പിനും നിങ്ങൾ ചെയ്യണം മക്കളെ. നിങ്ങൾ എന്താണോ നിങ്ങളുടെ ജീവിതത്തിലാകാൻ ആഗ്രഹിക്കുന്നത്, ഹയർ പൊസിഷൻ, ഏത് ഹയർ പൊസിഷനും നിങ്ങൾ സ്വപ്നം കാണുക. അങ്ങനെ നമുക്കത് കിട്ടിക്കഴിഞ്ഞതായിട്ട് നന്ദി പറയുക. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇനിയുള്ള മെഡിറ്റേഷൻസ് നിങ്ങൾ സ്വയമായിട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ടീച്ചറിൻ്റെ ഹെൽപ്പോടു കൂടി ചെയ്യുകയോ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. എന്തൊക്കെയാണ് നിങ്ങളുടെ കഴിഞ്ഞ വർഷത്തിൽ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റാതിരുന്നത്, അതെല്ലാം നിങ്ങൾ അച്ചീവ് ചെയ്യുന്നതായിട്ട് നിങ്ങൾ സ്വപ്നം കണ്ട് അതിന് നിങ്ങൾ നന്ദി പറയുക. അഡ്വാൻസ് ആയിട്ട് നിങ്ങൾ ദൈവത്തോട് നന്ദി പറയുക. നിങ്ങളുടെ ഏത് റിലേഷൻഷിപ്പിലാണോ നിങ്ങൾക്ക് പ്രശ്നം, ആ റിലേഷൻഷിപ്പ് നല്ലതായി തീരും എന്നുള്ളൊരു സ്വപ്നം നമ്മൾക്ക് കാണാം. സ്വപ്നങ്ങൾ യഥാർത്ഥമാകാതിരിക്കില്ല. അതിനുവേണ്ടി നമ്മൾ നന്ദി പറയാം. നന്ദി ദൈവമേ, എൻ്റെ കുടുംബം നല്ല രീതിയിൽ സന്തോഷത്തോടും സമാധാനത്തോടും കൂടെ പോകുന്നതിനെ ഓർത്ത് നന്ദി ദൈവമേ. എൻ്റെ പപ്പയും മമ്മിയും നല്ല രീതിയിൽ ജീവിക്കുന്നതിനെ ഓർത്ത് നന്ദി ദൈവമേ. അവരുടെയൊക്കെ നല്ല മക്കളായിട്ട് എനിക്ക് വളരാൻ പറ്റുന്നതിനെ ഓർത്ത് നന്ദി ദൈവമേ. എൻ്റെ ചേച്ചിയുടെയും ചേട്ടൻ്റെയും ഹീറോ അല്ലെ ഹീറോയിനായിട്ട് വളരാൻ പറ്റുന്നതിനെ ഓർത്ത് നന്ദി ദൈവമേ. ഞാൻ വളരെ ഹാപ്പിയാണ്. ഞാൻ ഇനി മുതൽ എൻ്റെ ഹാപ്പിനെസ് ഒന്നും മാറ്റത്തില്ല. ഞാൻ വളരെ ഹാപ്പിയാണ്. നമ്മളുടെ ഉള്ളിലും ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും, പക്ഷേ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക, ഐ ആം സോ ഹാപ്പി, ഐ ആം സോ ഹാപ്പി, ഐ ആം സോ ഹാപ്പി, ഐ ആം ഹാപ്പി, ഐ ആം ഹാപ്പി. സന്തോഷത്തോടെ ആയിരിക്കുക. പുതുവർഷത്തെ നമ്മൾ വരവേൽക്കേണ്ടത് സന്തോഷത്തോടു കൂടിയായിരിക്കുക. ചുറ്റും നിങ്ങൾക്ക് ഒത്തിരി പ്രശ്നങ്ങളുണ്ടാവും, അതൊന്നും നിങ്ങൾ കണക്കിലെടുക്കരുത്. അങ്ങനെ നമ്മളുടെ സന്തോഷങ്ങൾ നമ്മൾ തന്നെ കണ്ടെത്തണം. നമുക്ക് പുതുവർഷത്തേക്ക് വേണ്ടിയിട്ട് ഇത്രയും നാൾ നമുക്ക് തന്ന ഓരോ സൗഭാഗ്യങ്ങൾ അല്ലേ, നിങ്ങൾക്ക് എന്തെല്ലാം സൗഭാഗ്യങ്ങളുണ്ട്, അതിനെല്ലാം നമ്മൾ നന്ദി പറയണം. എന്തൊക്കെ സൗഭാഗ്യങ്ങളാണ് മക്കളെ നിങ്ങൾക്കുള്ളത്? നിങ്ങൾക്ക് കണ്ണ് കാണാൻ പറ്റുന്നുണ്ടോ? നന്ദി ദൈവമേ. നിങ്ങൾക്ക് ചെവി കേൾക്കാൻ പറ്റുന്നുണ്ടോ? നന്ദി ദൈവമേ. നിങ്ങൾക്ക് നല്ലൊരു രൂപം തന്നിട്ടുണ്ടോ? കയ്യും കാലും ഒക്കെ തന്നിട്ടുണ്ടോ? നന്ദി ദൈവമേ. ഇതൊന്നുമില്ലാത്ത മക്കളുണ്ട്. അവരുടെയൊക്കെ സ്വപ്നമാണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പോൾ കണ്ണു വയ്യാത്ത ഒരു വ്യക്തിയുടെ സ്വപ്നം എന്താ? അവർക്കൊന്ന് കണ്ണ് കാണാൻ പറ്റിയിരുന്നെങ്കിൽ എന്നതാണ് അവരുടെ സ്വപ്നം. ആ സ്വപ്നത്തിലാണ് നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത്. നമുക്ക് തന്നിട്ടുള്ള സൗഭാഗ്യങ്ങളൊന്നും നമ്മൾ കാണുന്നില്ല. ഒന്നിനോടും നന്ദിയില്ലാതെ ജീവിക്കുന്ന വ്യക്തികളാണ് പിന്നെയും താഴോട്ട് പോകുന്നത്. അഹങ്കാരമുണ്ടാകുന്നു. ഞാൻ എന്തോ ഒരു സംഭവമാണെന്ന് വിചാരിച്ച് അഹങ്കരിക്കുന്നവരാണ് വീണ്ടും ഓരോരോ പ്രശ്നങ്ങളിലേക്ക് അവർ പോകുന്നത്. അഹങ്കരിക്കുന്ന ഒരാളെയും ദൈവം ഉയർത്തിക്കൊണ്ടുപോകില്ല. അതുകൊണ്ട് നമ്മൾ ഒരു കാരണവശാലും അഹങ്കാരം, ഞാനെന്ന ഭാവം, എനിക്കെല്ലാം അറിയാം, ഞാനാണ് ഏറ്റവും നല്ലത്, ഞാനാണ് ഈ ലോകത്തിലെ ഏറ്റവും മികച്ച വ്യക്തി എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വിചാരിക്കുക, നിങ്ങളൊന്നുമല്ല. ദൈവത്തിൻ്റെ മുമ്പിൽ കർമ്മഫലമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. കർമ്മം ചെയ്യുന്നത് ദൈവത്തിനും കൂടെ ഇഷ്ടമുള്ള രീതിയിലുള്ള കർമ്മങ്ങളല്ലെങ്കിൽ അത് ദൈവസന്നിധിയിൽ അക്സെപ്റ്റബിൾ അല്ല. ദൈവത്തിനും കൂടെ ഇഷ്ടമായ രീതിയിൽ നമ്മൾ ജീവിക്കാൻ നമ്മളെ കൊണ്ട് പറ്റണം. മറ്റുള്ളവരെ സഹായിക്കുക, മറ്റുള്ളവരെ ഉപദ്രവിക്കാതിരിക്കുക. മിനിമം നമ്മൾ മറ്റുള്ളവരെ ഉപദ്രവിക്കാതിരിക്കുക. മറ്റുള്ളവരുടെ സന്തോഷങ്ങൾ നോക്കിയില്ലെങ്കിലും അവരെ ഉപദ്രവിക്കാതിരിക്കുക. ഒരു നേരത്തെ അന്നം തരാൻ പോലും ചിലപ്പോൾ നമ്മൾക്ക് അന്നം കൊടുക്കാൻ നമ്മളുടെ കയ്യിൽ ഉണ്ടാവത്തില്ല. പക്ഷെ അതിൽ മറ്റൊരാളുടെ അന്നം മുട്ടിക്കുന്ന രീതിയിലുള്ള സംസാരങ്ങൾ, പ്രവൃത്തികൾ, ഇതൊന്നും നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഇതൊന്നും ദൈവസന്നിധിയിൽ ഒരിക്കലും ദൈവം അംഗീകരിക്കുന്ന ഒരു കാര്യമല്ല. 3 നേരത്തെ അന്നമില്ലാത്ത എത്രയോ ആൾക്കാർ ഉണ്ട്. നമുക്ക് 3 നേരവും ഭക്ഷണം കിട്ടുന്നില്ലേ? നന്ദി ദൈവമേ.
നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി മറ്റുള്ളവരുടെ ഒരു ദിവസത്തെ അന്നം നമുക്ക് കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിലും അതൊന്നും മുടക്കാനായിട്ട് നിൽക്കരുത്. നന്ദി ദൈവമേ. നമുക്ക് നല്ല ഡ്രസ്സുകളുണ്ടായിരുന്നു. നമുക്ക് സ്കൂളിൽ പോകാൻ എഡ്യൂക്കേഷൻ തരാൻ ഒക്കെ നമ്മുടെ പേരൻസ് ഉണ്ട്. പേരൻസിന് നന്ദി. നമ്മുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന അമ്മ രാവിലെ മുതൽ വൈകുന്നേരം വരെ നമുക്ക് വേണ്ടി ജീവിക്കുന്ന ഒരമ്മയാണ്. അമ്മയുടെ അടുത്ത് സ്നേഹത്തോടെ സംസാരിക്കാൻ നമുക്ക് പറ്റണം. അമ്മയുടെ അടുത്ത് ദേഷ്യം പിടിച്ച് ഇനി സംസാരിക്കുകയേ ചെയ്യരുത് മക്കളെ. നിങ്ങൾ ആ ഒരു സ്നേഹത്തെ നിങ്ങൾ വിലമതിക്കണം. നല്ല അമ്മയെ തന്നതിന് നന്ദി ദൈവമേ. നല്ല പപ്പയെ തന്നതിന് നന്ദി ദൈവമേ. നല്ല ചേച്ചിനെയും ചേട്ടനെയും തന്നതിന് നന്ദി ദൈവമേ. എനിക്ക് ഈ ലൈഫ് ഇതുവരെ എന്നെ യാതൊരു... ഹലോ മക്കളെ, ഇന്നലെ നിങ്ങളെല്ലാവരും ക്ലാസ് 1 കണ്ടിട്ടാണല്ലോ അല്ലേ വരുന്നത്. ഇന്നലത്തെ ഹാപ്പി ന്യൂ ഇയർ ചലഞ്ചായിട്ട് 2026 നമുക്ക് എങ്ങനെ വരവേൽക്കാം എന്നതിൻ്റെ സക്സസ്സിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ ക്ലാസ് 1 ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ. അത് കണ്ടതിന് ശേഷം മാത്രം ക്ലാസ് 2ലേക്ക് വരിക മക്കളെ. അല്ലാതെ ഈ ഒരു മെഡിറ്റേഷൻ അത് ചെയ്യാതെ ചെയ്തിട്ട് യാതൊരു കാര്യമില്ല. അപ്പോൾ ഇന്നലെ ചെയ്തവരാണ് എങ്കിൽ നിങ്ങൾ ഇന്നലെ അതെല്ലാം ചെയ്ത് നിങ്ങളുടെ വിഷമങ്ങളും സങ്കടങ്ങളും എല്ലാം എഴുതി. ഇനിയും മൈൻഡിന് എന്താ തോന്നിയേ നിങ്ങൾ പറയൂ. നിങ്ങൾ മൈൻഡിന് എന്ത് തോന്നിയെന്നുള്ളത് നിങ്ങൾ കമൻ്റ് ഇടൂ കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ മൈൻഡിന് സന്തോഷം തോന്നിയോ, അത് സ്റ്റിൽ വിഷമമാണോ? സന്തോഷം തോന്നിയിട്ടുണ്ടെങ്കിൽ ഓക്കെ, നല്ല കാര്യമാണ്. സന്തോഷമല്ല, സങ്കടം ഇനിയും മിച്ചം കിടക്കുകയാണെങ്കിൽ മക്കൾ എന്ത് ചെയ്യുക, ഒന്നും കൂടെ ഒരു ലെറ്റർ എഴുതി മൈൻഡ് ക്ലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സങ്കടങ്ങളും വിഷമങ്ങളും നമ്മളെ മറ്റുള്ളവർ കുറ്റപ്പെടുത്തിയതും നമ്മളെ മറ്റുള്ളവർ പാരമണിതതും നമ്മൾക്കിട്ട് പണിതതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ, എല്ലാം ഒന്നും കൂടെ എഴുതി ക്ലിയർ ചെയ്യാം. മൈൻഡിനെ നമ്മൾ നല്ല പ്യോറിറ്റി ഓഫ് മൈൻഡിലേക്ക് കൊണ്ടുവരിക. നമ്മൾ ക്ഷമിക്കാനുള്ളവർക്ക് നമ്മൾ മനസ്സിലെല്ലാവരോടും ക്ഷമിച്ചു കൊടുക്കുക, പുറത്തു കൊടുക്കുക. നമ്മളെ ദ്രോഹിച്ചവരെയും നമ്മൾ ദ്രോഹിച്ചവരെയും എല്ലാവരെയും മനസ്സിലേക്ക് കൊണ്ടുവന്ന് എല്ലാവർക്കും മാപ്പ് കൊടുക്കുക. ഇനി നമ്മൾ ആരുടെ അടുത്തും വഴക്കിന് അങ്ങോട്ട് പോകുന്നില്ല. ഓക്കെ, ഇങ്ങോട്ടേക്ക് വരുന്നവരെ നമ്മളൊരു ഡിസ്റ്റൻസ് വെച്ച് കീപ്പ് ചെയ്ത് അവരെ മാറ്റി നിർത്താനുള്ളതാണ് നമ്മളുടെ മൈൻഡ് പവർ ഉപയോഗിച്ച് നമ്മൾ ചെയ്യേണ്ട കാര്യം. അപ്പോൾ അതിനുള്ള പല സ്റ്റെപ്പുകളുണ്ട്, അതൊക്കെ പിന്നീട് ക്ലാസ്സിൽ പറയാം. മക്കളെ, ഇതിൽ നിങ്ങളുടെ മൈൻഡിനെ നിങ്ങൾ പ്യോറിറ്റി ഓഫ് മൈൻഡിലേക്ക് കൊണ്ടുവന്ന് നിങ്ങൾ നല്ല സന്തോഷമല്ലേ, നല്ല ഹാപ്പി ആയിട്ടല്ലേ ഇരിക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ മുഖത്ത് നല്ലൊരു പുഞ്ചിരിയൊക്കെ ഒന്ന് വരുത്തിക്കേ, നന്നായിട്ട് ചിരിച്ചേ. അപ്പം നിങ്ങൾ ചിരിക്കുമ്പം മനസ്സെന്താ വിചാരിക്കുക, ഓ ഇവൻ ഹാപ്പിയാണ്. അപ്പം നമുക്ക് ജീവിതത്തിൽ കുറേ ഹാപ്പിനെസ് തരാനുള്ള സംഭവങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ എപ്പോഴും നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കാൻ ശ്രമിക്കണം. ഒക്കെ ചുറ്റും നമുക്ക് ഒത്തിരി പ്രശ്നങ്ങളുണ്ടാവും മക്കളെ. അതെ, എല്ലാവരുടെയും ജീവിതത്തിൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ആ പ്രശ്നങ്ങളിൽ നിന്ന് നമ്മൾ എങ്ങനെ ചെയ്യണം, നമ്മൾ ഒരു നല്ല ഉയർത്തെണീക്കണം. നമ്മൾ ഉയർത്തെണീക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക, നമ്മൾ സന്തോഷത്തോടെ ഇരിക്കുക. നമ്മൾ വേണമെങ്കിൽ ഒരു മ്യൂസിക് എല്ലാം കേട്ട് നമ്മൾ ഡാൻസ് ചെയ്ത് അങ്ങനെയൊക്കെ നമ്മൾ നമ്മുടെ വൈബ്രേഷണൽ തലമൊന്ന് ഉയർത്തണം. ഓക്കെ, അപ്പം നല്ല ഹാപ്പി ആയിട്ടിരിക്കുക. മുഖത്തൊരു പുഞ്ചിരിയോട് കൂടിയിട്ട് എല്ലാവരും നല്ല രീതിയിൽ ഈ മെഡിറ്റേഷനിലേക്ക് റെഡി ആകും കേട്ടോ. ഓക്കെ, നിങ്ങളങ്ങനെ 2-3 പ്രാവശ്യം നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്തിട്ടും നിങ്ങളുടെ മനസ്സിൽ നിന്ന് സങ്കടവും വിഷമവും പോകുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ ടീച്ചറിനെ നിങ്ങൾ പേഴ്സണലി കോൺടാക്റ്റ് ചെയ്യുക. ടീച്ചർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പം പ്യുവർ മൈൻഡാക്കി സന്തോഷത്തോടെ നിങ്ങൾ പിന്നെ മെഡിറ്റേഷനിലേക്ക് കിടക്കുകയാണ്. റിലാക്സ്. യുവർ മൈൻഡ് ഈസ് റിലാക്സിങ് നൗ. യു ആർ happy now. I am happy now. നമ്മുടെ മനസ്സിലെ എല്ലാ വിഷമങ്ങളും സങ്കടങ്ങളും ഒലിച്ചിറങ്ങിപ്പോയിരിക്കുന്നു. ഒരു വെള്ളത്തിലേക്ക് നമ്മളതെല്ലാം, നമ്മുടെ സങ്കടങ്ങളെയും വിഷമങ്ങളെയും എല്ലാം ഒരു വെള്ളത്തിനകത്തോട്ട് നമ്മൾ ആ പേപ്പറിനകത്ത് നമ്മൾ എഴുതിയ വിഷമങ്ങളും സങ്കടങ്ങളും നമ്മൾ കത്തിച്ച് കളഞ്ഞു. ആ ചാരമെടുത്ത് നമ്മളത് ആ വെള്ളത്തിലേക്ക് നമ്മൾ ഇടുകയാണ്. ആ കടലാപ്പുഴത്തിരയിൽ നമ്മൾ ഇടുന്ന ആ ചാരം നമ്മൾ ആ പുഴത്തിരയിലേക്ക് കൊണ്ടിട്ട് അതിങ്ങനെ ഒഴുകിപ്പോകുന്നതായിട്ട് ഇമാജിൻ ചെയ്യും. നമ്മുടെ എല്ലാ വിഷമങ്ങളും സങ്കടങ്ങളും ഇനിയും ഒരു മിച്ചമുള്ള ആ ചാരം പോലും നമ്മൾ ഇമാജിനായിട്ട് നമ്മൾ അങ്ങനെ
അസ്യൂം ചെയ്യുകയാണ് കേട്ടോ, നമ്മളങ്ങനെ ചിന്തിക്കുക ചെയ്യുന്നത്. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് നമ്മളതിനെ ഇമാജിൻ ചെയ്തുകൊണ്ട് ആ ചാരമെടുത്ത് നമ്മൾ പുഴയിലേക്ക് ഇടുകയാണ്. അങ്ങനെ നമ്മുടെ സങ്കടങ്ങളും വിഷമങ്ങളും നമ്മുടെ മനസ്സിൽ നിന്ന് ഇങ്ങനെ ഒലിച്ചൊലിച്ച് അങ്ങ് ദൂരെ പോകുന്നു. ഇനി നമുക്ക് യാതൊരു സങ്കടങ്ങളും വിഷമങ്ങളും നമ്മുടെ മനസ്സിലില്ല. കഴിഞ്ഞ വർഷത്തെ ഒരു വിഷമങ്ങളും നമ്മളിനി മനസ്സിൽ കൊണ്ട് നടക്കരുത്. റിലാക്സ്. ഐ ആം ഹാപ്പി നൗ. ഐ ആം ഹാപ്പി. ഐ ആം ഹാപ്പി നൗ. ഞാൻ വളരെ സന്തോഷവതിയാണ്. ഞാൻ വളരെ സന്തോഷവാനാണ്. എൻ്റെ ജീവിതത്തിൽ ഇനി സന്തോഷം മാത്രമേ ഞാൻ ഇനി കാണൂ. സങ്കടങ്ങളൊന്നും ഞാൻ എൻ്റെ ഹൃദയത്തിലേക്ക് എടുക്കില്ല. എൻ്റെ മനസ്സിനെ ഞാൻ സ്ട്രോങ് ആക്കി വെച്ചിരിക്കുമെന്നൊരു പ്രോമിസ് നിങ്ങളോട് തന്നെ ചെയ്യുക. യെസ്, ഞാനിനി എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കും. പുതുവർഷത്തിൽ ഞാനിനി ഹാപ്പി ആയിട്ട് മാത്രമേ ജീവിക്കൂ. എന്തെല്ലാം പ്രശ്നങ്ങൾ ചുറ്റിലും വന്നാലും ശരി, ഞാൻ അതിനെ ഒന്നും മനസ്സിലേക്ക് എടുക്കില്ല. ആരെങ്കിലും നമ്മളെ അൺഹാപ്പി ആക്കാനായിട്ട് ശ്രമിക്കുന്ന സംഭവങ്ങൾ, വിഷമങ്ങൾ, വാക്കുകൾ എല്ലാം എന്തു വന്നാലും ശരി, അവരിൽ നിന്നൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് നമ്മൾ മാറി നിൽക്കുന്നു. അവരുടെ കർമ്മഫലം അവരനുഭവിക്കട്ടെ. നമ്മളതെല്ലാം മനസ്സിലേക്ക് എടുക്കേണ്ട കാര്യമില്ല. നമ്മൾ മനസ്സിലാക്കുക അങ്ങനെയുള്ളവർ നമ്മളെ എത്രത്തോളമാണ് സ്നേഹിക്കുന്നതെന്ന്. അവരുടെ കപട സ്നേഹം നിങ്ങൾക്ക് ഇനി മുതൽ മനസ്സിലാക്കാൻ പറ്റണം. റിലാക്സ്. അകറ്റി നിർത്തേണ്ടവരെ അകറ്റി നിർത്തുക തന്നെ വേണം. നല്ല ഫ്രണ്ട്ഷിപ്പ് എടുക്കേണ്ടടുത്ത് നല്ല ഫ്രണ്ട്ഷിപ്പ് ഇല്ലേ? മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്ന് വിചാരിച്ച്, എൻ്റെ ഫ്രണ്ട്സ് എന്ത് വിചാരിക്കും, ഞാൻ അവരുടെ നാളെ ക്ലബ്ബിൽ പോയിട്ടില്ലെങ്കിൽ, നാളെ ന്യൂ ഇയറിന് ഞാൻ അവരുടെ ക്ലബ്ബിൽ പോയിട്ടില്ല, മദ്യപിച്ചിട്ടില്ല, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നില്ല, അത് വിൽക്കുന്നില്ല, അങ്ങനെയൊക്കെ ഞാൻ അതിൽ നിന്നൊക്കെ മാറി നിൽക്കുമ്പോൾ അവരെ എന്നെ കുറ്റപ്പെടുത്തും, അവരെന്നെ കളിയാക്കും. ഓ, നീ വലിയ പുണ്യവാളനായി. അങ്ങനത്തെ പരിഹാസങ്ങളിലൊന്നും ഇനി ഞാൻ ഉൾപ്പെടില്ല. ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കും. പുതിയ വർഷം ഇനി എൻ്റെ സന്തോഷത്തിൻ്റെ വർഷമാണ്. ഒരു മോശമായ പ്രവൃത്തികളിലൂടെയും ഞാൻ ഇനി കടന്നു പോകില്ല. ചെയ്തതെല്ലാം ചെയ്തു, അതെല്ലാം മറന്നേക്ക്. നമുക്ക് പുതിയ സ്റ്റെപ്പുകൾ വയ്ക്കുക മക്കളെ. നിങ്ങൾ പുതിയ തീരുമാനങ്ങൾ എടുക്കുക. ആ തീരുമാനങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യണം മക്കളെ. റിലാക്സ്. റിലാക്സ് യുവർ ഹോൾ ബോഡി. നിങ്ങളുടെ കാൽവിരൽ മുതൽ തലയുടെ ഉച്ചി വരെ, തലം വരെ, നിങ്ങളുടെ എല്ലാ ഓർഗൻസും, നിങ്ങളുടെ ഇന്നർ ഓർഗൻസ് എല്ലാം, ലെഗ്, തൈ മസിൽസ്, ഇന്റേണൽ ഓർഗൻസ്, കിഡ്നി, ലിവർ എന്ന് വേണ്ട നിങ്ങളുടെ എല്ലാ ഇന്റേണൽ, ഐ, ഇയർ, ത്രോട്ട്, ബ്രെയിൻ, all organs, whole your body, relaxing now. Relax. I'm so happy now. I'm so happy. പുതിയ വർഷത്തിൽ എനിക്കെൻ്റെ പ്രിയപ്പെട്ടവരുമായിട്ട് ഒത്തിരി നല്ല സ്ഥലങ്ങളിൽ പോകാൻ സാധിക്കുന്നു. നമ്മുടെ വെക്കേഷനൊക്കെ നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ വേണ്ടി പുതിയ പുതിയ സ്ഥലങ്ങൾ കാണാൻ കഴിയുന്നതിനെ ഓർത്ത് ഐ ആം ഹാപ്പി. എൻ്റെ ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ വരുന്നതിനെ ഓർത്ത് നന്ദി ദൈവമേ. എൻ്റെ സ്കൂൾ ലൈഫിൽ എനിക്ക് നല്ല നല്ല ഫ്രണ്ട്സിനെ കിട്ടുന്നതിനെ ഓർത്ത് നന്ദി ദൈവമേ. എൻ്റെ സ്റ്റേജ് ഫിയർ, മറ്റുള്ളവരുടെ മുമ്പിൽ നിന്നിട്ട് എന്തെങ്കിലും സംസാരിക്കാനുള്ള പേടി, അതെല്ലാം മാറ്റുന്നതിനെ ഓർത്ത് നന്ദി ദൈവമേ. ടീച്ചേഴ്സിൻ്റെ എല്ലാം പെറ്റ് സ്റ്റുഡൻ്റായി മാറാൻ
കഴിയുന്നതിനെ ഓർത്ത് നന്ദി ദൈവമേ. സ്കൂളിൽ ക്ലാസ് ടോപ്പർ, സ്കൂൾ ടോപ്പർ ഒക്കെ ആയിത്തീരുന്നത് നിങ്ങളിങ്ങനെ ഇമാജിൻ ചെയ്യൂ. അങ്ങനെ 2026 ഞാൻ ക്ലാസ് ടോപ്പറാവും, പിന്നീട് ഞാൻ സ്കൂൾ ടോപ്പറാവും. എല്ലാവരും എന്നെ അപ്രിഷ്യേറ്റ് ചെയ്യും. എൻ്റെ പേരൻസിൻ്റെ അഭിമാനമായി ഞാൻ വളരും. എൻ്റെ ബ്രദേഴ്സിനും സിസ്റ്റേഴ്സിനും ഒക്കെ അവൻ എൻ്റെ അനിയനാണ്, അനിയത്തിയാണ്, അല്ലെങ്കിൽ എൻ്റെ ചേട്ടനാണ്, എൻ്റെ ചേച്ചിയാണ് എന്ന് പറയിപ്പിക്കാൻ, എല്ലാവരും നിങ്ങളെക്കൊണ്ട് അഭിമാനത്തോടെ സംസാരിക്കാൻ ഒരു സാഹചര്യം നിങ്ങൾ ഉണ്ടാകുന്നതിനെ ഓർത്ത് നിങ്ങൾ നന്ദി പറയും. എല്ലാം കിട്ടിക്കഴിഞ്ഞതായിട്ട് നിങ്ങൾ ഇമാജിൻ ചെയ്യാം മക്കളെ. നമ്മൾക്കെല്ലാം കിട്ടിക്കഴിഞ്ഞതായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? നിങ്ങൾ പ്രൊഫഷണലി പഠിക്കുന്ന മക്കളാണോ? ആ പ്രൊഫഷണൽ നിങ്ങൾ ഏറ്റവും സൂപ്പറായി തീരാനായിട്ട് പറ്റുന്നതിനെ ഓർത്ത് നന്ദി പറയാം. അങ്ങനെ നിങ്ങൾ ഇമാജിൻ ചെയ്യുക, ഞാൻ അങ്ങനെ ഒരു നല്ലൊരു പൊസിഷനിൽ എത്തുന്നതായിട്ട് ഇമാജിൻ ചെയ്യുക. ഇമാജിനേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സ്വപ്നം കാണാൻ, നിങ്ങൾ ടീനേജ് പ്രായത്തിൽ നിങ്ങൾക്ക് സ്വപ്നം കാണാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ സ്വപ്നം കാണുക. 2000 പുതിയ വർഷത്തിലേക്ക് ഇനി നമ്മൾ കടക്കുന്നത് വളരെ മനോഹരമായ സ്വപ്നങ്ങളോടുകൂടിയായിരിക്കണം. ഇതൊന്നും നടക്കാത്ത സ്വപ്നങ്ങളാണ് എന്നാരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ, ഇല്ല, ഞാനത് നടത്തി കാണിച്ച് തരുമെന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ ഓരോ സ്റ്റെപ്പിനും നിങ്ങൾ ചെയ്യണം മക്കളെ. നിങ്ങൾ എന്താണോ നിങ്ങളുടെ ജീവിതത്തിലാകാൻ ആഗ്രഹിക്കുന്നത്, ഹയർ പൊസിഷൻ, ഏത് ഹയർ പൊസിഷനും നിങ്ങൾ സ്വപ്നം കാണുക. അങ്ങനെ നമുക്കത് കിട്ടിക്കഴിഞ്ഞതായിട്ട് നന്ദി പറയുക. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇനിയുള്ള മെഡിറ്റേഷൻസ് നിങ്ങൾ സ്വയമായിട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ടീച്ചറിൻ്റെ ഹെൽപ്പോടു കൂടി ചെയ്യുകയോ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇത് കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതവുമായിട്ട് നിങ്ങൾ കണക്റ്റഡ് ആവുക. അതായത് നിങ്ങൾക്ക് എന്തൊക്കെയാണ് നിങ്ങളുടെ കഴിഞ്ഞ വർഷത്തിൽ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റാതിരുന്നത്, അതെല്ലാം നിങ്ങൾ അച്ചീവ് ചെയ്യുന്നതായിട്ട് നിങ്ങൾ സ്വപ്നം കണ്ട് അതിന് നിങ്ങൾ നന്ദി പറയുക. അഡ്വാൻസ് ആയിട്ട് നിങ്ങൾ ദൈവത്തോട് നന്ദി പറയുക. നിങ്ങളുടെ ഏത് റിലേഷൻഷിപ്പിലാണോ നിങ്ങൾക്ക് പ്രശ്നം, ആ റിലേഷൻഷിപ്പ് നല്ലതായി തീരും എന്നുള്ളൊരു സ്വപ്നം നമ്മൾക്ക് കാണാം. സ്വപ്നങ്ങൾ യഥാർത്ഥമാകാതിരിക്കില്ല. അതിനുവേണ്ടി നമ്മൾ നന്ദി പറയാം. നന്ദി ദൈവമേ. എൻ്റെ കുടുംബം നല്ല രീതിയിൽ സന്തോഷത്തോടും സമാധാനത്തോടും കൂടെ പോകുന്നതിനെ ഓർത്ത് നന്ദി ദൈവമേ. എൻ്റെ പപ്പയും മമ്മയും നല്ല രീതിയിൽ ജീവിക്കുന്നതിനെ ഓർത്ത് നന്ദി ദൈവമേ. അവരുടെയൊക്കെ നല്ല മക്കളായിട്ട് എനിക്ക് വളരാൻ പറ്റുന്നതിനെ ഓർത്ത് നന്ദി ദൈവമേ. എൻ്റെ ചേച്ചിയുടെയും ചേട്ടൻ്റെയും ഹീറോ അല്ലെ ഹീറോയിനായിട്ട് വളരാൻ പറ്റുന്നതിനെ ഓർത്ത് നന്ദി ദൈവമേ. ഞാൻ വളരെ ഹാപ്പിയാണ്. ഞാൻ ഇനി മുതൽ എൻ്റെ ഹാപ്പിനെസ് ഒന്നും മാറ്റത്തില്ല. ഞാൻ വളരെ ഹാപ്പിയാണ്. നമ്മളുടെ ഉള്ളിലും ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. പക്ഷേ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക, ഐ ആം സോ ഹാപ്പി, ഐ ആം സോ ഹാപ്പി, ഐ ആം സോ ഹാപ്പി, ഐ ആം ഹാപ്പി, ഐ ആം ഹാപ്പി. സന്തോഷത്തോടെ ആയിരിക്കുക. പുതുവർഷത്തെ നമ്മൾ വരവേൽക്കേണ്ടത് സന്തോഷത്തോടു കൂടിയായിരിക്കുക. ചുറ്റും നിങ്ങൾക്ക് ഒത്തിരി പ്രശ്നങ്ങളുണ്ടാവും, അതൊന്നും നിങ്ങൾ കണക്കിലെടുക്കരുത്. നമ്മളുടെ സന്തോഷം നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യണം. ആരും നമ്മൾക്ക് സന്തോഷം കൊണ്ടുവന്ന് തരില്ല. സന്തോഷത്തിന് വേണ്ടിയിട്ട്, നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി നിങ്ങൾ ഇനി ഏത് തലത്തിലേക്ക് തിരിയണം എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക. അങ്ങനെ നമ്മളുടെ സന്തോഷങ്ങൾ നമ്മൾ തന്നെ കണ്ടെത്തണം. അങ്ങനെ നമ്മളുടെ സന്തോഷങ്ങൾ നമ്മൾ തന്നെ കണ്ടെത്തണം. നമുക്ക് പുതുവർഷത്തേക്ക് വേണ്ടിയിട്ട് ഇത്രയും നാൾ നമുക്ക് തന്ന ഓരോ സൗഭാഗ്യങ്ങൾ അല്ലേ, നിങ്ങൾക്ക് എന്തെല്ലാം സൗഭാഗ്യങ്ങളുണ്ട്, അതിനെല്ലാം നമ്മൾ നന്ദി പറയണം. എന്തൊക്കെ സൗഭാഗ്യങ്ങളാണ് മക്കളെ നിങ്ങൾക്കുള്ളത്? നിങ്ങൾക്ക് കണ്ണ് കാണാൻ പറ്റുന്നുണ്ടോ? നന്ദി ദൈവമേ. നിങ്ങൾക്ക് ചെവി കേൾക്കാൻ പറ്റുന്നുണ്ടോ? നന്ദി ദൈവമേ. നിങ്ങൾക്ക് നല്ലൊരു രൂപം തന്നിട്ടുണ്ടോ? കയ്യും കാലും ഒക്കെ തന്നിട്ടുണ്ടോ? നന്ദി ദൈവമേ. ഇതൊന്നുമില്ലാത്ത മക്കളുണ്ട്. അവരുടെയൊക്കെ സ്വപ്നമാണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പോൾ കണ്ണു വയ്യാത്ത ഒരു വ്യക്തിയുടെ സ്വപ്നം എന്താ? അവർക്കൊന്ന് കണ്ണ് കാണാൻ പറ്റിയിരുന്നെങ്കിൽ എന്നതാണ് അവരുടെ സ്വപ്നം. ആ സ്വപ്നത്തിലാണ് നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത്. നമുക്ക് തന്നിട്ടുള്ള സൗഭാഗ്യങ്ങളൊന്നും നമ്മൾ കാണുന്നില്ല.
ഒന്നിനോടും നന്ദിയില്ലാതെ ജീവിക്കുന്ന വ്യക്തികളാണ് പിന്നെയും താഴോട്ട് പോകുന്നത്. അഹങ്കാരമുണ്ടാകുന്നു. ഞാൻ എന്തോ ഒരു സംഭവമാണെന്ന് വിചാരിച്ച് അഹങ്കരിക്കുന്നവരാണ് വീണ്ടും ഓരോരോ പ്രശ്നങ്ങളിലേക്ക് അവർ പോകുന്നത്. അഹങ്കരിക്കുന്ന ഒരാളെയും ദൈവം ഉയർത്തിക്കൊണ്ടുപോകില്ല. അതുകൊണ്ട് നമ്മൾ ഒരു കാരണവശാലും അഹങ്കാരം, ഞാനെന്ന ഭാവം, എനിക്കെല്ലാം അറിയാം, ഞാനാണ് ഏറ്റവും നല്ലത്, ഞാനാണ് ഈ ലോകത്തിലെ ഏറ്റവും മികച്ച വ്യക്തി എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വിചാരിക്കുക, നിങ്ങളൊന്നുമല്ല. ദൈവത്തിൻ്റെ മുമ്പിൽ കർമ്മഫലമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. കർമ്മം ചെയ്യുന്നത് ദൈവത്തിനും കൂടെ ഇഷ്ടമുള്ള രീതിയിലുള്ള കർമ്മങ്ങളല്ലെങ്കിൽ അത് ദൈവസന്നിധിയിൽ അക്സെപ്റ്റബിൾ അല്ല. ദൈവത്തിനും കൂടെ ഇഷ്ടമായ രീതിയിൽ നമ്മൾ ജീവിക്കാൻ നമ്മളെ കൊണ്ട് പറ്റണം. മറ്റുള്ളവരെ സഹായിക്കുക, മറ്റുള്ളവരെ ഉപദ്രവിക്കാതിരിക്കുക. മിനിമം നമ്മൾ മറ്റുള്ളവരെ ഉപദ്രവിക്കാതിരിക്കുക. മറ്റുള്ളവരുടെ സന്തോഷങ്ങൾ നോക്കിയില്ലെങ്കിലും അവരെ ഉപദ്രവിക്കാതിരിക്കുക. ഒരു നേരത്തെ അന്നം തരാൻ പോലും ചിലപ്പോൾ നമ്മൾക്ക് അന്നം കൊടുക്കാൻ നമ്മളുടെ കയ്യിലുണ്ടാവത്തില്ല. പക്ഷെ അതിൽ മറ്റൊരാളുടെ അന്നം മുട്ടിക്കുന്ന രീതിയിലുള്ള സംസാരങ്ങൾ, പ്രവൃത്തികൾ, ഇതൊന്നും നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഇതൊന്നും ദൈവസന്നിധിയിൽ ഒരിക്കലും ദൈവം അംഗീകരിക്കുന്ന ഒരു കാര്യമല്ല. 3 നേരത്തെ അന്നമില്ലാത്ത എത്രയോ ആൾക്കാർ ഉണ്ട്. നമുക്ക് 3 നേരവും ഭക്ഷണം കിട്ടുന്നില്ലേ? നന്ദി ദൈവമേ. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി, മറ്റുള്ളവരുടെ ഒരു ദിവസത്തെ അന്നം നമുക്ക് കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിലും അതൊന്നും മുടക്കാനായിട്ട് നിൽക്കരുത്. നന്ദി ദൈവമേ. നമുക്ക് നല്ല ഡ്രസ്സുകളുണ്ടായിരുന്നു. നമുക്ക് സ്കൂളിൽ പോകാൻ എഡ്യൂക്കേഷൻ തരാൻ ഒക്കെ നമ്മുടെ പേരൻസ് ഉണ്ട്. പേരൻസിന് നന്ദി. നമ്മുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന അമ്മ രാവിലെ മുതൽ വൈകുന്നേരം വരെ നമുക്ക് വേണ്ടി ജീവിക്കുന്ന ഒരമ്മയാണ്. അമ്മയുടെ അടുത്ത് സ്നേഹത്തോടെ സംസാരിക്കാൻ നമുക്ക് പറ്റണം. അമ്മയുടെ അടുത്ത് ദേഷ്യം പിടിച്ച് ഇനി സംസാരിക്കുകയേ ചെയ്യരുത് മക്കളെ. നിങ്ങൾ ആ ഒരു സ്നേഹത്തെ നിങ്ങൾ വിലമതിക്കണം. നല്ല അമ്മയെ തന്നതിന് നന്ദി ദൈവമേ. നല്ല പപ്പയെ തന്നതിന് നന്ദി ദൈവമേ. നല്ല ചേച്ചിനെയും ചേട്ടനെയും തന്നതിന് നന്ദി ദൈവമേ. എനിക്ക് ഈ ലൈഫ് ഇതുവരെ എന്നെ യാതൊരു പ്രശ്നങ്ങളുമില്ലാതെ സംരക്ഷിച്ചതിനെ ഓർത്ത് നന്ദി ദൈവമേ. എത്രയോ മക്കൾ ഇന്നത്തെ ദിവസം മരിച്ചു പോയിരിക്കുന്നു. എത്രയോ പേര് ആക്സിഡൻ്റായിട്ട് മരിച്ചു പോയിരിക്കുന്നു. നമുക്ക് അങ്ങനെയൊന്നും സംഭവിച്ചില്ലല്ലോ. നമ്മൾ ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട്. ആ ദൈവത്തിൻ്റെ കൃപ മാത്രമാണത്. നന്ദി ദൈവമേ. ഇന്നു മുതൽ നിങ്ങളെല്ലാവരും നിങ്ങൾക്കുള്ള ഓരോ കാര്യങ്ങൾ നിങ്ങളുടെ റൂമിൽ പോയിരുന്നു നോക്കുക. റൂമിലുള്ള പേന, ബുക്ക്, പെൻസിൽ, ബെഡ്ഷീറ്റ്, റൂമിൽ എന്തൊക്കെയുണ്ട്, AC, ഫ്രിഡ്ജ്, AC, ഫാന്, എന്തൊക്കെയാണ് ഉള്ളത്, കബോർഡ്സ്, എല്ലാത്തിനും നന്ദി ദൈവമേ. എല്ലാം നോക്കി നിങ്ങൾ ദൈവത്തോട് ഇന്നത്തെ ദിവസം നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കണം. താങ്ക് യു ദൈവമേ. നന്ദി. നിങ്ങൾ ഈ വർഷം, ഇനി പുതിയ വർഷത്തിന് മുമ്പാട് ഈ വർഷം നിങ്ങൾക്ക് തന്നതിനെല്ലാത്തിനും നിങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കുക. നന്ദി ദൈവമേ. മുസ്ലിം മക്കളാണെങ്കിലും നന്ദി അല്ലാഹുവേ, ഓരോന്നിനും നിങ്ങൾ നന്ദി പറയാം. അതാണ് ഇനി നിങ്ങൾ നിങ്ങളുടെ മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള മറ്റൊരു സ്റ്റെപ്പിൻ. എന്താ മക്കളെ വേണ്ടത്? നിങ്ങളുടെ ഈ വർഷം നിങ്ങൾക്ക് കിട്ടിയ എല്ലാ നന്മകൾക്കും, നിങ്ങൾക്ക് ഫുഡ്, നിങ്ങൾക്ക് എന്തൊക്കെ കിട്ടിയിട്ടുണ്ട്, നിങ്ങളുടെ ബർത്ത്ഡേ ഗിഫ്റ്റുകൾ കിട്ടിയിട്ടുണ്ട്, പാരൻസ് നിങ്ങളെ സ്കൂളിൽ അയക്കാനായിട്ട് പൈസ തരുന്നുണ്ട് അല്ലേ? എത്രയോ മക്കൾക്ക് സ്കൂളിൽ പോകാൻ പറ്റാതെ ഉണ്ടെന്നറിയാമോ? എത്രയോ അനാഥാലയത്തിൽ പിള്ളേർക്കൊന്നും സ്കൂളിൽ പോകാൻ പറ്റില്ല. അവർക്ക് പേരൻസ് ഇല്ല. നമുക്ക് പേരൻസ് തന്നതിന്, മോശം പേരൻസ് ആണെങ്കിലും നല്ല പേരൻസ് ആണെങ്കിലും അവരെ തന്നതിന് നന്ദി. അങ്ങനെ ഒരു പേരൻസ് ഇല്ലാത്ത മക്കൾ വരെയുണ്ട് മക്കളെ. നിങ്ങൾ മനസ്സിലാക്കണം. എല്ലാത്തിനും നന്ദി പറയാം. നിങ്ങൾക്കുള്ള എല്ലാ കാര്യങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നടക്കുക എന്നാണ് ഇന്നത്തെ ഹോംവർക്ക്. നിങ്ങളത് ചെയ്യണം കേട്ടോ മക്കളെ. നന്ദി പറയുന്നതിൻ്റെ ഒരു പവർ നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്കുള്ളതിന് നന്ദി പറയുമ്പോൾ നമുക്ക് കുറേ അധികം അനുഗ്രഹങ്ങൾ പിന്നെയും ദൈവം തന്നുകൊണ്ടേയിരിക്കും.
സോ ഇനി നിങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഇന്നത്തെ ദിവസം മൊത്തം നിങ്ങൾ നന്ദിയുടെ ദിവസമാക്കി മാറ്റുക. ഓക്കെ, മെഡിറ്റേഷനിൽ നിന്ന് നിങ്ങൾ പതുക്കെ പുറത്തേക്ക് വരുന്നു. കൈകൾ രണ്ടും നന്നായിട്ട് കൂട്ടി തിരുമ്മിയിട്ട് നല്ല ചൂട് വരുന്നോടം വരെ കൂട്ടി തിരുമുക. അതിനുശേഷം അത് മുഖത്തേക്ക് വയ്ക്കുക. മുഖത്തേക്ക് വെക്കുമ്പോൾ കണ്ണിൽ ആ ഒരു ചൂട് അനുഭവിക്കും. താങ്ക് യു ഗോഡ്, താങ്ക് യു ഫോർ എവറിത്തിങ്. മെഡിറ്റേഷനിൽ നിന്ന് പുറത്ത് വരാം. മക്കളോട് എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യം, നമ്മളുടെ ജീവിതം ഇനി എനിക്ക് മക്കളോട് പറയാൻ ഒന്നും കൂടെ റിപ്പീറ്റഡായിട്ട് ഞാൻ പറയുക, നമുക്ക് ന്യൂ ഇയറിന് മുമ്പാട് നമുക്ക് ഈ വർഷം നമുക്ക് കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കുക. നിങ്ങൾ എത്രത്തോളം നന്ദി പറയുന്നോ മക്കളെ, നിങ്ങൾ അത്രത്തോളം സക്സസ് ആയിരിക്കും നിങ്ങൾക്ക് പുതിയ വർഷത്തിലുണ്ടാവുക. ഇത് ഞാൻ പറയുന്ന ഗ്യാരണ്ടിയാണ് മക്കളെ. നിങ്ങളിതൊന്ന് പരീക്ഷിച്ച് നോക്ക്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ പറയാം. 2025 24 23 2020 നിങ്ങൾ ഇതിനു മുമ്പുള്ള എല്ലാ പ്രീവിയസ് വർഷങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഏറ്റവും വലിയ അനുഗ്രഹമായി നിങ്ങളുടെ ഈ മുന്നോട്ടുള്ള എല്ലാ വർഷവും നിങ്ങൾക്ക് വളരെ ഐശ്വര്യമുള്ളതായി തീരും. നിങ്ങൾ ഇന്നും മൊത്തം ദിവസം നിങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് നടന്നാൽ അതിൻ്റെ ഒരു മാജിക് നിങ്ങൾ 2026 നിങ്ങൾക്കുണ്ടാവും. അതുകൊണ്ട് ഇന്ന് പുതിയ വർഷം തുടങ്ങുന്നതിന് മുമ്പാടുള്ള ഈ ദിവസങ്ങളിൽ ഇന്ന് നിങ്ങൾ ചെയ്യേണ്ടത്, ഇന്ന് മൊത്തം നിങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് നടക്കുക എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ മക്കളെ, ബൈ. ഹാവ് എ ഗുഡ് ഡേ. സീ യു ടുമോറോ.